ഇന്ത്യയുടെ ഡ്രോൺ ശക്തി ആണ് ഇപ്പോൾ കഴിഞ്ഞ കാലങ്ങളിൽ സാങ്കേതിക മേഖലയിൽ ഒട്ടേറെ വികസനം ഇന്ത്യൻ സൈന്യത്തിൽ കൊണ്ടുവന്നിരുന്നു. അതിൻ്റെ പ്രധാന മാറ്റം ഉണ്ടായത് ഡ്രോൺ, ആളില്ലാത്ത ചെറുവിമാനങ്ങൾ ഉപയോഗിച്ചുള്ള പ്രതിരോധ സംവിധാനം ഇന്ത്യ വികസിപ്പിച്ചു എന്നുള്ളതാണ്. ഈ കഴിഞ്ഞ ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് ഉൾപ്പെടെ അത് കൃത്യമായി തന്നെ രാജ്യത്തിന് പ്രയോജനപ്പെടുകയും ചെയ്തിരുന്നു. ആ ഡ്രോണുകളുടെ പ്രദർശനം അവ വഹിച്ചുകൊണ്ടുള്ള കണ്ടിൻജന്റുകളാണ് ഇപ്പോൾ മുന്നോട്ട് നീങ്ങുന്നത്. നമുക്ക് കാണാൻ കഴിയും അവ വികസിപ്പിക്കുന്ന ലബോറട്ടറികളുടെ അടക്കമുള്ള നിശ്ചല ദൃശ്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളതാണ് ആ ഒരു കണ്ടിൻജന്റ്. സമാനമായി തന്നെ മറ്റ് ആയുധങ്ങൾ കഴിഞ്ഞ കാലയളവിൽ ഇന്ത്യയുടെ 3 സേനാ വിഭാഗങ്ങളുടെയും ഭാഗമായ ഈ ആയുധങ്ങളാണ് റിപ്പബ്ലിക് ദിന പരേഡ് കാണാൻ എത്തിയ രാജ്യം മുഴുവനായി കാണാൻ കാത്തിരിക്കുന്ന ആളുകൾക്ക് മുന്നിലേക്ക് ഈ പരേഡിൻ്റെ ഭാഗമായി അണിനിരക്കുന്നത്. ഇൻ്റഗ്രേറ്റഡ് കൺട്രോൾ റൂം അതിൻ്റെ ഒരു മാതൃകയാണ് ഇപ്പോൾ ഈ രാഷ്ട്രപതിക്ക് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് കടന്നു പോകുന്നത്. 3 സേനാ വിഭാഗങ്ങളെയും ഒന്നിച്ച് നിയന്ത്രിക്കാൻ കഴിയുന്ന 3 സേനാ വിഭാഗങ്ങളെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു നിയന്ത്രണ സംവിധാനം എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് പ്രദർശിപ്പിക്കുന്നത്. സമാനമായി മറ്റ് ഇന്ത്യൻ റിപ്പബ്ലിക് ദിനത്തിൻ്റെ തന്നെ പ്രത്യേകതയാണ് മറ്റ് ഒട്ടകങ്ങൾ, അശ്വാരൂഢർ ഉൾപ്പെടെയുള്ള സേനാ വിഭാഗങ്ങളും ഈ ഒരു റിപ്പബ്ലിക് ദിന പരേഡിൻ്റെ ഭാഗമായി പങ്കെടുക്കുന്നു എന്നുള്ളത്. അതിർത്തി മേഖലയിൽ വാഹനങ്ങൾ പോലും പോകാൻ കഴിയാത്ത ഇടങ്ങളിലേക്ക് ഇന്ത്യൻ സൈന്യം കാവലായി നിൽക്കുമ്പോൾ ആശ്രയിക്കുന്ന മൃഗങ്ങളെയാണ് പലയിടങ്ങളിലും. അത്തരത്തിലുള്ള ആ വിഭാഗങ്ങളെ ഉൾപ്പെടെ ഈ ലോകത്തിന് മുന്നിൽ പ്രദർശിപ്പിക്കുന്നതിനുള്ള അവസരം കൂടിയാണ് ഈ ഒരു റിപ്പബ്ലിക് ദിന പരേഡ് എന്നുള്ളത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി യൂറോപ്യൻ യൂണിയൻ നേതാക്കൾക്ക് ഈ ഒരു റിപ്പബ്ലിക് ദിന പരേഡിൻ്റെ സങ്കല്പം, അത് ഓരോന്നും എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ വിശദീകരിക്കുകയാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാനാകും ഇന്ത്യൻ സൈന്യത്തിന്, രാജ്യത്തിന് കാവലാകാൻ അവർക്ക് കരുത്തു പകരുന്ന, സഹായമാകുന്ന മൃഗങ്ങൾ, അവ ഉൾപ്പെടെ ഈ പരേഡിൻ്റെ ഭാഗമാകുന്നു എന്നുള്ളത് ഏറെ അഭിമാനകരവും ഒപ്പം തന്നെ യുവതലമുറയ്ക്ക് ഉൾപ്പെടെ പ്രചോദനമാകുന്ന ഒന്നുകൂടിയാണ്. യൂറോപ്യൻ യൂണിയൻ പ്രത്യേക കണ്ടിൻജന്റും ഇത്തവണ റിപ്പബ്ലിക് ദിന പരേഡിൻ്റെ ഭാഗമായി പങ്കെടുക്കുന്നുണ്ട് എന്നുള്ളതും ശ്രദ്ധേയമാണ്. യൂറോപ്യൻ യൂണിയൻ നേതാക്കളാണ് ഇത്തവണ റിപ്പബ്ലിക് ദിന പരേഡിൽ പ്രത്യേക അതിഥികളായി പങ്കെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ യൂറോപ്യൻ യൂണിയൻ്റെ ഒരു പ്രത്യേക കണ്ടിൻജന്റും റിപ്പബ്ലിക് ദിനത്തിൻ്റെ ഭാഗമായി പങ്കെടുക്കുന്നുണ്ട്. നേരത്തെ GK സൂചിപ്പിച്ച പോലെ തന്നെ 30 നിശ്ചല ദൃശ്യങ്ങൾ, കേരളത്തിൻ്റേതടക്കമുള്ള 30 നിശ്ചല ദൃശ്യങ്ങളാണ് ഇത്തവണ റിപ്പബ്ലിക് ദിന പരേഡിൻ്റെ ഭാഗമായി അണിനിരക്കുക. ആത്മനിർഭർ ഭാരത് എന്ന വിഷയത്തിലൂന്നിയാണ് ഇത്തവണത്തെ നിശ്ചല ദൃശ്യങ്ങൾ. അതുകൊണ്ട് തന്നെ ആത്മനിർഭർ ഭാരതത്തിന് വേണ്ടി ആത്മനിർഭർ കേരളം എന്ന കൊച്ചി വാട്ടർ മെട്രോയും ഡിജിറ്റൽ സാക്ഷരതയും ഉൾപ്പെടെ വിളിച്ചോതുന്നതാണ് കേരളത്തിൻ്റെ നിശ്ചല ദൃശ്യം. സമാനമായി തന്നെ മറ്റ് സംസ്ഥാനങ്ങളുടെ നിശ്ചല ദൃശ്യങ്ങളും കൂടാതെ വിവിധ മന്ത്രാലയങ്ങളുടെയും സേനാ വിഭാഗങ്ങളുടെയും DRDOയുടെയും നിശ്ചല ദൃശ്യങ്ങൾ ഉൾപ്പെടെയാണ് 30 നിശ്ചല ദൃശ്യങ്ങൾ ഈ റിപ്പബ്ലിക് ദിന പരേഡിൻ്റെ ഭാഗമായി പങ്കെടുക്കുന്നത്. നമുക്ക് കാണാൻ കഴിയും വർണ്ണാഭമായ പ്രൗഢഗംഭീരമായ ചടങ്ങുകൾ. റിപ്പബ്ലിക് ദിന പരേഡാണ് ഇപ്പോൾ കർത്തവ്യപഥിലൂടെ കാണികളെ എല്ലാവരെയും തന്നെ അമ്പരപ്പിച്ചുകൊണ്ട് കടന്നു പോകുന്നത്. ഒരേ താളത്തിൽ ഒരേ ലക്ഷ്യബോധത്തോടെ മുന്നോട്ട് നീങ്ങുന്ന രാഷ്ട്രപതിക്ക് അഭിവാദ്യമർപ്പിച്ച് മുന്നോട്ട് നീങ്ങുന്ന വിവിധ കണ്ടിൻജന്റുകൾ നമുക്ക് കാണാൻ കഴിയും. ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിന പരേഡിൻ്റെ ഒരു പ്രത്യേക കൂടി അതാണ്. അസം റെജിമെൻറ്റിൻ്റെ കണ്ടിൻജന്റാണ് ഇപ്പോൾ രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന് അഭിവാദ്യമർപ്പിച്ച് കർത്തവ്യപഥിലൂടെ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. സമാനമായി വിവിധ സേനാ വിഭാഗങ്ങൾ, കര, നാവിക, വ്യോമസേനാ വിഭാഗങ്ങൾ, കൂടാതെ DRDO, കോസ്റ്റ് ഗാർഡ്, NCC, സ്കൗട്ട് ഗൈഡ് തുടങ്ങി വിവിധ വിഭാഗങ്ങളിൽ നിന്നുള്ള യൂണിഫോം ഫോഴ്സുകളുടെ പരേഡുകൾ ഈ റിപ്പബ്ലിക് ദിന ആഘോഷങ്ങളുടെ ഭാഗമായി ഈ വിവിധ വിഭാഗങ്ങളുടെ കണ്ടിൻജന്റുകൾ രാഷ്ട്രപതിക്ക് അഭിവാദ്യമർപ്പിച്ച് ഈ പരേഡിൻ്റെ ഭാഗമായി കർത്തവ്യപഥിലൂടെ കടന്നുപോകും. അതിൻ്റെ ഭാഗമായുള്ള പരേഡുകൾ, പ്രൗഢഗംഭീരമായ ദൃശ്യങ്ങൾ, അതാണ് ലോകം ഇപ്പോൾ സാക്ഷ്യം വഹിക്കുന്നത്.
നമുക്ക് കാണാൻ കഴിയും. ഒരേ താളത്തിൽ കാണികൾക്ക് പോലും ആവേശം നൽകുന്ന തരത്തിൽ ഉള്ള ആണ് ഈ ഒരു കണ്ടിജന്റുകൾ രാഷ്ട്രപതിക്ക് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങുന്നത്. വിവിധ ബാൻഡ് സംഘങ്ങൾ ഉൾപ്പെടെ കേരളത്തിൽ നിന്നുള്ള 2 ടീമുകൾ അടക്കമുള്ള ബാൻഡ് കണ്ടിജന്റുകളും ഇത്തവണ റിപ്പബ്ലിക് ദിന പരേഡിന്റെ ഭാഗമായി പങ്കെടുക്കുന്നുണ്ട്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം വിവിധ സേനാ വിഭാഗങ്ങളുടെ ബാൻഡുകൾ. ജമ്മു കശ്മീർ ലൈറ്റ് ഇൻഫൻട്രിയുടെ സംഘമാണ് ഇപ്പോൾ രാഷ്ട്രപതിക്ക് അഭിവാദ്യം അർപ്പിച്ച് മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. മാർച്ച് ചെയ്ത് മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഏറെ അഭിമാനകരമായ ദൃശ്യങ്ങൾ. ആ ഒരു 90 മിനിറ്റാണ് ഇപ്പോൾ രാജ്യം അല്ലെങ്കിൽ ലോകം തന്നെ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. വിവിധ വിഭാഗങ്ങളിൽ നിന്നുള്ള യൂണിഫോം ഫോഴ്സുകൾ അവർ തങ്ങളുടെ ശേഷി, കരുത്ത്, അച്ചടക്കം എന്നിവയെല്ലാം ലോകത്തിന് മുന്നിൽ പ്രദർശിപ്പിക്കാനുള്ള ഒരു വേദിയായാണ് ഈ റിപ്പബ്ലിക് ദിന പരേഡിനെ കണക്കാക്കുന്നത്. അതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ സാക്ഷ്യം വഹിക്കുന്നത്. ജി.കെ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.